Hi, welcome back to the amazing world of BMC English. Today, in this lesson, we are going to learn how to make questions. Before that, let me just remind you, being ambitious is the foremost requirement for learning English. And real learning goes on only through active participation. And I'm sure that if you watch this program regularly, there will be tremendous change in your language. It's my promise to you. So watch and subscribe. Shall we begin? ആശയവിനിമയത്തിലെ പ്രധാന ഭാഗമാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. സുഖാന്വേഷണങ്ങൾക്കായി നാം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ചോ വ്യക്തത കിട്ടാൻ വേണ്ടി നാം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പുതിയ അറിവുകൾ തേടുന്നത് പോലും ചോദ്യങ്ങളിലൂടെയാണ്. അതെ, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം പഠിക്കാൻ അല്ലെങ്കിൽ പരിശീലിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ ഈസി ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ച് പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ആർ mainly two types. They are WH questions or yes or no questions. WHൽ ക്വസ്റ്റ്യൻസ് ആരംഭിക്കുന്നത് കൊണ്ടാണ് അവയെ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്നാൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതിയാവും. അത്തരം ചോദ്യങ്ങളെ നാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് അവയൊന്ന് പരിചയപ്പെടാം, ആ WH വേർഡ്സുകളെ. വാട്ട് എന്ത് ഏത്, വെൻ എപ്പോൾ, വേർ എവിടെ, വൈ എന്തുകൊണ്ട്, വിച്ച് ഏത്, ഹൂ ആര്, ഹൂസ് ആരുടെ, ഹും ആരെ, ഹൗ എങ്ങനെ, ഹൗ മെനി എത്ര എണ്ണം, ഇറ്റ്സ് എ കൗണ്ടബിൾ, ഹൗ മച്ച് അളവ് അല്ലെങ്കിൽ തൂക്കം, ഇറ്റ്സ് നോട്ട് കൗണ്ടബിൾ എണ്ണാൻ പറ്റില്ല, ഹൗ ലോങ് എത്ര നാൾ അല്ലെങ്കിൽ എത്ര സമയം എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും ഇതൊന്ന് ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏതായാലും എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ എന്ന് ആദ്യം അറിഞ്ഞിരിക്കാം. അതിനുവേണ്ടി ഞാനിതൊന്ന് മായ്ക്കുകയാണ്. WH word plus auxiliary plus subject plus main verb plus some other words. Okay, മറ്റൊന്ന് WH plus B form. Okay, B plus noun or pronoun plus some other words. ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. ഈ രണ്ട് രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇനി അതിനു മുമ്പ് നമ്മൾ ഓൾറെഡി WH ഇപ്പം പരിചയപ്പെട്ടു. ഓക്സിലറി നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, വെർബ് എന്താണെന്നും പഠിച്ചിരുന്നു. ഇനി കുറച്ച് ഓക്സിലറി ഫോം നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ഈ ഓക്സിലറി ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഡു, ഡസ്, ഡിഡ്, ആം, ഈസ്, ആർ or was, were, have, has, had എന്നിവയൊക്കെയാണ്. തൽക്കാലത്തേക്ക് ഇത്ര മതി. ഓക്കെ, ഇതും കൂടെ ഒന്ന് നമ്മൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ.
നമുക്കിനി ഓരോന്നും വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. ആദ്യം നാം പരിചയപ്പെടാൻ പോകുന്നത് വാട്ട് എന്ന WH ക്വസ്റ്റ്യൻ വേർഡാണ്. എന്താണ് വാട്ട് അല്ലേ? എന്ത്, ഏത് എന്ന അർത്ഥത്തിലാണ്. അതായത് വസ്തുക്കളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. വാട്ട് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. വസ്തുക്കളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും അറിയുന്നതിന് എന്ത്, ഏത് എന്ന അർത്ഥത്തിൽ. ഓക്കെ, സോ let me write a few example. What do you, auxiliary, what do you see? Okay, see here, what do you see? What, WH word, then auxiliary, then subject, then main verb. Then next one, what does she write? ഉണ്ടോ? What does she write? ഇവിടെയും WH word, auxiliary form, subject plus verb, main verb. Then what did he buy? എന്താണ് അവൻ വാങ്ങിച്ചത് അല്ലേ? ഇതൊരു പാസ്റ്റ് ഫോമാണ്. What did he buy? ഓക്കെ, അപ്പോൾ എന്ത്, ഏത് എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കണേ. ഇവിടെ എനിക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തുന്നത്. ഇനി അടുത്ത് നാം പഠിക്കാൻ പോകുന്നത് വെൻ എന്ന് പറയുന്ന WH ആണ്. വെൻ. തീർച്ചയായിട്ടും വെൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? വെൻ അല്ലേ? എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ടൈമാണ്. ഒരു ടൈം ആയിരിക്കും. വെൻ ഡു യു wake up? കിട്ടുന്നില്ലേ? ഒരു സമയം കിട്ടുന്നുണ്ട് അല്ലേ? When do you wake up? Then when does she go to school? When does she go to school? Then അടുത്തത് when do you go to bed? ഇവയൊക്കെ ഒരു സമയത്തെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെൻ എന്ന ചോദ്യം ചോദിക്കുന്നത്. അടുത്തത് നാം പരിചയപ്പെടാൻ പോകുന്നത് വാട്ട് എന്ന ചോദ്യമാണ്. സോറി, വേർ. വാട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വേർ ഇറ്റ്സ് അബൌട്ട് എ പ്ലേസ് അല്ലേ? വേർ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരു പ്ലേസ് ആയിരിക്കും. സി, പ്ലേസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഒന്ന് പരിചയപ്പെട്ട് നോക്കിയാലോ. വേർ ഡു യു ലീവ് അല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എവിടെയാണ് എന്നുള്ള അർത്ഥത്തിൽ അല്ലേ? വേർ ഡു യു ലീവ്. അടുത്തത് വേർ ഡസ് ഹി വർക്ക്? Next one, where do they go? അവരെവിടെ പോകുന്നു? മനസ്സിലായല്ലോ? അപ്പോൾ വേ എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ്. അടുത്തത് നാം പഠിക്കാൻ പോകുന്നത് വൈ എന്ന WH ആണ്. വൈ നോക്കാം, പരിചയപ്പെടാം. വൈ ഇത് എന്തുകൊണ്ട്, ഏത് കാരണത്താൽ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ വൈ എന്ന WH ഫോം ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ, എന്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് കാരണത്താൽ. ഓക്കെ, സി ദ ഫസ്റ്റ് വൺ. വൈ ഡു യു ക്രൈ? എന്തിനാണ് കരയുന്നത്? സോ ദ നെക്സ്റ്റ് വൺ യു സി, വൈ ഡു യു ഗോ ദേർ? നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? Or see the next one, we can make so many. See, why did you choose it? എന്തിനാണ് അത് തിരഞ്ഞെടുത്തത്? അപ്പോൾ ഒരു എന്തുകൊണ്ട്, ഏത് കാരണത്താൽ എന്ന അർത്ഥത്തിൽ വരുന്നു വൈ.
ഓക്കെ, ഇനി അടുത്ത് നാം പരിചയപ്പെടാൻ പോകുന്നത് ഹൂ എന്നതാണ്. ഹൂ ഹൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വ്യക്തി അല്ലേ, പേഴ്സൺ. ഇറ്റ്സ് അബൌട്ട് പേഴ്സൺ. അപ്പോൾ പേഴ്സൺ. സി ഫസ്റ്റ് എക്സാമ്പിൾ, ഹൂ ഈസ് ഇൻ ദ കിച്ചൺ. ഹൂ ഈസ് ഇൻ ദ കിച്ചൺ അല്ലേ, കിച്ചണിൽ ആരാണ്? അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചല്ലത്. ഇനി ഹൂ ഈസ് ദ ബെസ്റ്റ് ആക്ടർ അല്ലേ, ഹൂ ഈസ് ദ ബെസ്റ്റ് ആക്ടർ. ദെൻ ഹൂ ഈസ് കുക്കിംഗ്. ഹൂ ഈസ് കുക്കിംഗ്, ആരാണ് കുക്ക് ചെയ്യുന്നത്? ഹൂ ഈസ് കുക്കിംഗ്. ഇത്തരം സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് നാം പരിചയപ്പെടാൻ പോകുന്നത് ഹും എന്നാണ്. ഹും ഹും എന്ന് പറയുമ്പോൾ ആരെ, ആരെ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് അല്ലേ. ഹും, ആരെ. സി ഹും ഡു യു വാണ്ട്? നോക്കിക്കേ ഇവിടെ, ഹും ഡു യു വാണ്ട്, ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഓ ഹും ഡു യു ലവ്? ഹും ഡു യു ലവ്? അപ്പോൾ ആരെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഹും ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പരിചയപ്പെടാനുള്ളതാണ് ഹൂസ്. ഹൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആരുടെ. ഇവിടെ എന്താണ്? ഒരു ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ, ഹും എന്ന് പറയുമ്പം ആരെ അല്ലേ, ഹൂസ് എന്ന് പറയുമ്പോൾ ആരുടെ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പരിചയപ്പെടാം. ഹൂസ് പെൻ ഈസ് ദിസ്? ഇത് ആരുടെ പേനയാണ് അല്ലേ, ഹൂസ് പെൻ ഈസ് ദിസ്. ദെൻ ഹൂസ് ഹൗസ് ഈസ് ദാറ്റ്? അത് ആരുടെ വീടാണ്? ഓക്കെ, അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിച്ച് എന്നതാണ്. വിച്ച് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മൾ പഠിച്ചു വെച്ചത്? ഏത് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ, വിച്ച്. ഇവിടെ ഒരു തിരഞ്ഞെടുക്കലുണ്ട്. ഒന്നിൽ കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തരാം. there are two pens. Which is yours? Which is your pen? നോക്കിക്കേ, there are two pens. ഇനി ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അതിൽ നിങ്ങളുടേത് ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് പറയുന്നതിന് ഒരു എക്സാമ്പിൾ പഠിക്കാം. വിച്ച് ഈസ് യുവർ കാർ? ഏതാണ് നിങ്ങളുടെ കാർ? ഇനി വിച്ച് ഈസ് യുവർ ബൈക്ക് അല്ലേ, വിച്ച് ഈസ് യുവർ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പരിശീലിക്കണം. അടുത്ത് നാം പഠിക്കാൻ പോകുന്നത് ഹൗ എന്നാണ്. ഹൗ എന്താണ്? ഹൗ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഏതെങ്കിലും ഒന്നിൻ്റെ രീതിയെക്കുറിച്ചോ അവസ്ഥയെക്കുറിച്ചോ പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹൗ. നോക്കിക്കേ, ഏതെങ്കിലും ഒന്നിൻ്റെ അവസ്ഥയെക്കുറിച്ചോ ഒരു രീതിയെക്കുറിച്ചോ അറിയാൻ വേണ്ടി നമ്മൾ ഹൗ ഉപയോഗിക്കുന്നു. സി ഫോർ എക്സാമ്പിൾ, ഹൗ ആർ യു അല്ലേ, അവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഹൗ എന്നാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹൗ വാസ് യുവർ ട്രിപ്പ്? ഹൗ വാസ് യുവർ ട്രിപ്പ്? നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെയായിരുന്നു അല്ലേ, ആ അവസ്ഥ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത് ഹൗ ഡു യു ഗോ ടു സ്കൂൾ? നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് അല്ലേ, ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ പരിചയപ്പെട്ടേക്കാം. ഹൗ
ഹൗ മെനി. എന്താണ് ഹൗ മെനി? നോക്കാം. ഹൗ മെനി. നമുക്ക് എല്ലാ കാര്യങ്ങളും എണ്ണാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക അല്ലേ? കൗണ്ടബിളായിട്ട് പറയുന്നതിനൊക്കെ നമ്മൾ ഹൗ മെനി എന്നാണ് പറയുക. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അല്ലേ? ഹൗ മെനി നമുക്ക് എണ്ണാൻ പറ്റും. അപ്പം ആദ്യത്തെ എക്സാമ്പിൾ അത് തന്നെ ആയിക്കോട്ടെ. ഹൗ മെനി മെമ്പേഴ്സ് ആർ there in your family? Okay, then how many brothers do you have? അല്ലേ? how many brothers do you have? ഇത് നമ്മൾ പഠിക്കുന്നില്ലേ? how many days are there in a week? how many books are there in your bag? അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് പരിശീലിക്കണം. അടുത്ത് നാം പഠിക്കാൻ പോകുന്നത് ഹൗ മച്ച് എന്നാണ്. ഹൗ മെനിയുടെ കൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. ഹൗ മച്ച് എന്താണ്? ഹൗ മച്ച് എന്ന് പറയുമ്പോൾ സി ഹൗ മെനി വി ക്യാൻ കൗണ്ട്, ഹൗ മച്ച് വി ക്യാൻ നോട്ട് കൗണ്ട് ഇറ്റ്. നമുക്കത് എണ്ണാൻ കഴിയില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൗ മച്ച് എന്ന് പറയുന്നത്. ഹൗ മച്ച്. സി ഹൗ മച്ച് റൈസ് ഡു യു വാണ്ട് ഇല്ലേ? നമുക്കത് എണ്ണാൻ പറ്റില്ല. ഹൗ മച്ച് റൈസ് ഡു യു വാണ്ട് എന്നാണ്. എണ്ണാൻ പറ്റുമോ? റൈസ് എണ്ണി കൊടുക്കുകയാണോ നമ്മൾ ചെയ്യാറ്? അല്ല അല്ലേ? ഇനി അല്ലെങ്കിൽ ഹൗ മച്ച് ഷുഗർ ഡു യു വാണ്ട്? സെയിം. ഹൗ മച്ച് ഷുഗർ ഡു യു വാണ്ട്? നോക്കിക്കേ ഈ എക്സാമ്പിളൊക്കെ നമുക്ക് തൂക്കി വേണം കൊടുക്കാം, അളന്ന് കൊടുക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊരിക്കലും എണ്ണി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹൗ മച്ച് എന്ന് പഠിക്കുന്നു. അടുത്തത് ഇതിൻ്റെ കൂടെ മറ്റൊരു ഇതാണ് ഹൗ ലോങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? ഒരു സമയത്തെ, ഒരു കാലത്തെ കാണിക്കുകയാണ്. എത്ര നാളായി എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ തരികയാണെങ്കിൽ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? യെസ്, ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ? എത്ര നാളായിട്ട് നിങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക്? എത്ര സമയം എടുക്കും അല്ലേ? എത്ര നാളെടുക്കും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? ഇങ്ങനെ WH നമ്മൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുമ്പോൾ കുറേ ചോദ്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ ഈ ഭാഷാ പഠനം വളരെ ഈസിയാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BMCയിലൂടെയുള്ള ഈ ഇംഗ്ലീഷ് പഠനത്തെ നമുക്കൊരു യാത്രയായി കണക്കാക്കാം ഇല്ലേ? നമ്മളൊക്കെ യാത്രികരാണ് ഇതിൽ. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ബേസ് മുതൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അനായാസന നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നു. എല്ലാവർക്കും, എൻ്റെ ഈ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.